ഇമ്പാക്ട് പ്ലെയറായി ഇറക്കി ഷർദുൽ ഠാക്കൂറിനെ കൊണ്ട് ഒരൊറ്റ പന്ത് പോലും എറിയിക്കാതിരുന്ന ഹർദിക് പാണ്ഡ്യയെ നമ്മൾ ഈ സീസണിൽ കണ്ടതാണ്. എന്നാൽ ആദ്യ 11-ൽ തന്നെ ടീമിലുണ്ടായിരുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ബോളറെ കൊണ്ട് ഒരൊറ്റ പന്ത് പോലും എറിയിപ്പിക്കാതിരിക്കുക, അങ്ങനെ ഒരു സംഭവത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഇന്നലെ അത് നടന്നു. ധരംശാല വേദിയായ ഡൽഹി പഞ്ചാബ് മത്സരത്തിൽ 11-ൽ ഉണ്ടായിരുന്ന ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ യുസ്വേന്ദ്ര ചാഹലിനെ പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ ഒരിക്കൽ പോലും പന്തേൽപ്പിച്ചില്ല. 19 ഓവർ മുഴുവൻ എറിഞ്ഞത് പേസർമാർ മാത്രം. എന്നാൽ പഞ്ചാബ് നിരയിൽ മാത്രമായിരുന്നില്ല ഇങ്ങനെയൊരു സംഭവം നടന്നത്. ഡൽഹിയും തങ്ങളുടെ 20 ഓവർ എറിയിച്ചത് പേസർമാരെ കൊണ്ടാണ്. നായകൻ അക്സർ പട്ടേൽ പോലും ഒരൊറ്റ തവണ പന്തെറിയാത്തൊരു മത്സരം. IPL ചരിത്രത്തിൽ ഇത് 2ാം തവണയാണ് പേസർമാർ മാത്രം ഒരു മത്സരത്തിലെ മുഴുവൻ ഓവറുകളും എറിയുന്നത്. ആദ്യത്തേത് 2008-ലെ IPL പ്രഥമ സീസണിലായിരുന്നു. ചിന്നസ്വാമി വേദിയായ ബാംഗ്ലൂർ ചെന്നൈ മത്സരത്തിൽ അന്ന് 39.4 ഓവറാണ് പേസർമാർ മാത്രം എറിഞ്ഞിട്ടത്. ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്ത ഡൽഹി നായകൻ അക്സർ പട്ടേലിന് തന്റെ തീരുമാനം തെറ്റിപ്പോയെന്ന് തോന്നിച്ച ഓവറായിരുന്നു ആദ്യത്തേത്. പന്തെടുത്ത ടീമിന്റെ പ്രീമിയം പേസർ മിച്ചൽ സ്റ്റാർക്കിനെ കൂറ്റനൊരു സിക്സോടുകൂടി പ്രിയാൻഷ് ആര്യ വരവേറ്റു. തൊട്ടടുത്ത 2 പന്തിലും റണ്ണൊന്നും പിറന്നില്ലെങ്കിലും 4ാം ബോൾ വൈഡിലൂടെ പഞ്ഞത് ബൗണ്ടറിയിലേക്കാണ്. ആ പന്ത് വീണ്ടും എറിഞ്ഞപ്പോൾ പ്രിയാൻഷ് ആര്യ അതിനെ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ അതിർത്തി കടത്തി. ഓവറിലെ അവസാന പന്തിൽ പ്രഭ്സിമ്രൻ സിംഗ് ഒരു ബൗണ്ടറി കൂടി നേടിയതോടെ ആദ്യ ഓവറിൽ ആകെ പിറന്നത് 22 റൺസ്. IPL ചരിത്രത്തിലെ മിച്ചൽ സ്റ്റാർക്കിന്റെ ഏറ്റവും മോശം ഓപ്പണിംഗ് ഓവർ. പന്തെടുത്ത ഡൽഹി ബോളർമാർക്കൊക്കെ പ്രിയാൻഷ് ആര്യയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടി. ആക്കിബ് നബിക്ക് 2ാം പന്തിൽ ഒരു 6, ലുങ്കി എങ്കടിക്ക് 2 6ഉം ഒരു 4ഉം, മുകേഷ് കുമാറിനും കൊടുത്തു ആദ്യ പന്തിൽ തന്നെ ഒരു പടുകൂറ്റൻ 6. അങ്ങനെ പവർ പ്ലേ അവസാനിക്കുമ്പോൾ പഞ്ചാബ് സ്കോർ 72-ലും പ്രിയാൻഷ് ആര്യയുടെ വ്യക്തിഗത സ്കോർ 50-ലും എത്തിയിരുന്നു. പ്രഭ്സിമ്രൻ സിംഗിനെ ആക്കിബ് നബിയുടെ കൈകളിലെത്തിച്ച് മുകേഷ് കുമാർ 7ാം ഓവറിൽ ഒരു ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. എന്നാൽ പിന്നാലെ ഇറങ്ങിയ നായകൻ ശ്രേയസ് അയ്യർ പ്രഭ്സിമ്രനേക്കാൾ മൂർച്ചയിലായിരുന്നു. ആക്കിബ് നബിയുടെ അവസാന ഓവറിൽ താരത്തെ ബാക്ക് ടു ബാക്ക് ബൗണ്ടറികൾ അടിച്ചു തുടങ്ങിയ ശ്രേയസ് റൺ റേറ്റ് വീഴാതെ പിടിച്ചു നിർത്തി. 9ാം ഓവറിൽ നവാഗതനായ മാധവ് തിവാരിക്ക് വിക്കറ്റ് സമ്മാനിച്ച് പ്രിയാൻഷ് മടങ്ങിയതോടെ ഡൽഹി പതിയെ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നുവെന്ന് തോന്നിച്ചു. പക്ഷേ ആ തോന്നലിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാപ്റ്റനൊപ്പം ചേർന്ന് കൊണോലി സ്കോർ ബോർഡ് ചലിപ്പിച്ചു. നല്ല ബോളുകൾ ബഹുമാനിച്ചും മോശം പന്തുകളെ തിരഞ്ഞുപിടിച്ച് പ്രഹരിച്ചും ഇരുവരും റൺസ് ഉയർത്തി. 18ാം ഓവറിൽ മാധവ് തിവാരി ഇരുവരുടെയും കൂട്ടുകെട്ട് പിരിക്കുമ്പോൾ 83 റൺസാണ് ബോർഡിൽ ചേർത്തത്. പിറകെ ഇറങ്ങിയ മാർക്കസ് സ്റ്റോയിൻസ് 1 റണ്ണിനും ശശാങ്ക് സിംഗ് 0-നും പുറത്തായതോടെ അതുവരെ ഉണ്ടായിരുന്ന പഞ്ചാബിന്റെ മൊമെന്റം ഒരു വേള ഡൽഹിയിലേക്ക് തിരിഞ്ഞു. അവസാന ഓവറുകളിൽ സൂര്യാൻ ഷെഡ്ഗെ നടത്തിയ ക്യാമിയോ പ്രകടനമാണ് പഞ്ചാബ് ടോട്ടൽ 200-ന് മുകളിൽ എത്തിച്ചത്. കാര്യമായ മാറ്റങ്ങളുമായി ഇറങ്ങിയ ഡൽഹി നിരയിൽ അഭിഷേക് പോറലാണ് KL രാഹുലിനൊപ്പം ഓപ്പൺ ചെയ്തത്. ആ പരീക്ഷണവും ഇക്കുറി വിജയം കണ്ടില്ല. 4.3 ഓവറിൽ ഡൽഹി 33-3 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. 4ാമിന് ഇറങ്ങിയ ട്രിസ്റ്റൻ സ്റ്റെപ്സ് പതിയെ ടോട്ടൽ ഉയർത്തുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും ഒരു അനാവശ്യ റണ്ണിന് ശ്രമിച്ച് പുറത്തായി. ഒരറ്റത്ത് വിക്കറ്റുകൾ വീഴുമ്പോൾ മറുപുറത്ത് ശാന്തനായി ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു, ഡൽഹിയുടെ നായകൻ അക്സർ പട്ടേൽ. സീസണിൽ ഇതുവരെ 26-ന് മുകളിൽ ഒരു ഇന്നിംഗ്സിൽ സ്കോർ ചെയ്തിട്ടില്ലാത്ത അക്സർ പക്ഷേ തനിക്ക് മുന്നിലെ കൂറ്റൻ ടോട്ടൽ കണ്ട് തലകറങ്ങിയില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന നായകനെ പോലെ അയാൾ ബാറ്റേന്തി. കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറി കണ്ടെത്തിയും ഇടയ്ക്കിടെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തും താരം ഡൽഹി സ്കോർ ബോർഡ് മുന്നോട്ട് ചലിപ്പിച്ചു. കൂറ്റനടികളുമായി ഡേവിഡ് മില്ലർ ഒപ്പം കൂടിയതോടെ ഡൽഹി അതിവേഗം ടോട്ടലിലേക്ക് കുതിച്ചു. 14ാം ഓവറിൽ ബെൻ ഡ്വാർഷ്യസിന് ക്യാച്ച് സമ്മാനിച്ച് അക്സർ പട്ടേൽ മടങ്ങുമ്പോൾ ടീം സ്കോർ 138-ലെത്തിയിരുന്നു. 30 പന്തിൽ 8 4ഉം 2 6ഉം അടക്കം 56 റൺസായിരുന്നു താരത്തിന്റെ സമ്പാദ്യം. അക്സർ മടങ്ങിയതോടെ മില്ലർ ആളിക്കത്താൻ തുടങ്ങി. മാർക്കോ യാൻസനെയും ബെൻ ഡ്വാർഷ്യസിനെയും എല്ലാം മില്ലർ അതിർത്തി കടത്തി. അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ മില്ലർ മടങ്ങുമ്പോൾ ഡൽഹി ഏറെക്കുറെ സേഫ് സോണിലെത്തിയിരുന്നു. ഈ ദിനം ഹീറോ ആവാൻ ഒരുപാട് പേർ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ യോഗം മാധവ് തിവാരി എന്ന മധ്യപ്രദേശുകാരനായിരുന്നു. നേരത്തെ ബോളിംഗിൽ 2 വിക്കറ്റുമായി തിളങ്ങിയ 22-കാരന് 8 പന്തിൽ 18 റൺസുമായി പുറത്താവാതെ നിന്നു. 2 4ഉം ഒരു 6ഉം അടക്കമായിരുന്നു യുവതാരത്തിന്റെ ഇന്നലത്തെ ഇന്നിംഗ്സ്. അശുതോഷ് ശർമ്മ, ആക്കിബ് നബി എന്നിവർ കൂടി ബൗണ്ടറികൾ നേടിയതോടെ 1 ഓവർ ബാക്കിയിരിക്കെ ഡൽഹി മത്സരം പോക്കറ്റിലാക്കി. സീസണിലെ ആദ്യ 7 മത്സരങ്ങളിൽ തോൽവി അറിയാതെ മുന്നേറിയ പഞ്ചാബ് അവസാനം കളിച്ച 4 മത്സരങ്ങളിലും തോറ്റു. ഒരു വേള ആദ്യ 2 സ്ഥാനങ്ങളിൽ മാത്രമുണ്ടായിരുന്ന പഞ്ചാബ് നിലവിൽ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. തൊട്ടു പിന്നിലുള്ള ചെന്നൈ, രാജസ്ഥാൻ ടീമുകളെക്കാൾ വെറും 1 പോയിന്റ് മാത്രം മുന്നിൽ. ബാറ്റർമാർ മികച്ച ഫോം തുടരുമ്പോഴും പഞ്ചാബിനെ പിന്നോട്ടേക്ക് വലിക്കുന്നത് ബോളർമാരുടെ അസ്ഥിരത തന്നെയാണ്. പേസർ ഫ്രണ്ട്ലി പിച്ചാണെങ്കിലും ഇന്നലെ 1 ഓവർ പോലും ചഹലിനെ കൊണ്ട് എറിയിക്കാത്തതിൽ ശ്രേയസിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. പിച്ച് കണ്ടീഷൻ എന്ത് തന്നെയായാലും ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ കഴിവുള്ള യുസിയെ ശ്രേയസ് വിശ്വാസത്തിൽ എടുത്തില്ല എന്നത് വലിയ വിമർശനത്തിന് തന്നെ കാരണമായി. നേരത്തെ ഗുജറാത്തിനെതിരെ തോറ്റ മത്സരത്തിൽ ചഹലിനെ വെറും 1 ഓവർ മാത്രം എറിയിച്ചതും ആരാധകർക്ക് അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ചോക്കേഴ്സ് അഥവാ പഠിക്കൽ കലമുടക്കുന്നവർ എന്നൊരു ചീത്തപ്പേര് പഞ്ചാബിന് കുറേ കാലമുണ്ടായിരുന്നു. കുറച്ച് സീസണുകളിൽ 6ാം സ്ഥാനത്ത് തുടരെ ഫിനിഷ് ചെയ്തപ്പോൾ 6ാം തമ്പുരാൻ എന്നൊക്കെ ചിലർ ഓമന പേരിട്ട് വിളിച്ചിരുന്നു. പക്ഷേ നായകനായി ശ്രേയസ് അയ്യർ വന്നതോടെ പഞ്ചാബ് ആകെ മാറി. തൻ്റെ ആദ്യ സീസണിൽ ടീമിനെ 10 വർഷത്തിൽ ആദ്യമായി ഫൈനലിലേക്ക് കൈപ്പിടിച്ച് നടത്തിയ ശ്രേയസിന് ഇക്കുറി ടീമിനെ എവിടെ വരെ എത്തിക്കാനാകും? ആദ്യ കിരീടം കിനാവ് കണ്ടിരിക്കുന്ന പ്രീതി സിൻഡക്ക് ആ മോഹം ഈ സീസണിലെങ്കിലും പൂർത്തീകരിക്കാനാവുമോ? അതോ ഫൈനൽ ലാപ്പിൽ കളി പറക്കുന്ന ആ പഴയ പഞ്ചാബായി അവർ മാറുമോ?
കാത്തിരിക്കാം.